അപ്പം പാകിസ്ഥാൻ ഈസ് ടോട്ടലി ഇൻ ഡിസറേ. അവർക്ക് എണീറ്റ് ഒന്ന് പിന്നെ കൈപൊക്കി വെള്ളം വാങ്ങിച്ച് കുടിക്കാനുള്ള കപ്പാസിറ്റി പോലും പാകിസ്ഥാൻ ആംഡ് ഫോഴ്സിന് ഇപ്പോൾ ഇല്ല. അവിടെ വലിയ മ്യൂട്ടിനി നടക്കാനകത്ത് ഒരുപാട് പേര് ലീവൊക്കെ എടുത്ത് പോവുകയും വോളണ്ടറി റിട്ടയർമെൻ്റൊക്കെ എടുത്ത് പോവുകയും പിന്നെ വേറെ പല പല വിഷയങ്ങളാണ് അവിടെ. അപ്പം ചൈന ഇത് നോക്കിയിട്ട് ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ചൈനയുടെ പ്രോക്സിയാണ് പാകിസ്ഥാൻ, എന്നും ചൈനയുടെ പ്രോക്സിയാണ്. ഈ ചൈന നേരിട്ട് ആരെയും അടിക്കില്ല. പിന്നെ നമ്മൾ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ ചൈന നേരിട്ട് മുട്ടിയത് വിയറ്റ്നാമിൻ്റെ കൂടെ റഷ്യയുടെ കൂടെ ആയിരുന്നു. രണ്ടിലും തോറ്റുപോയി. റഷ്യയുടെ കൂടെ 70s മറ്റോ ചെയ്തു, വിയറ്റ്നാമിൻ്റെ കൂടെയും 70s, രണ്ടിലും ചൈന തോറ്റുപോയി. അപ്പോൾ നേരിട്ട് അവർ ചെയ്യില്ല. അതിന് പകരം അവർ ഈ ഗുണ്ടകളെ വെച്ചിട്ടുണ്ട്. അതിലൊരു ഗുണ്ടയാണല്ലോ പാകിസ്ഥാൻ. അപ്പോൾ അങ്ങനെ വിട്ടാൽ എങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞ് ഇപ്പോൾ പാകിസ്ഥാനെ ആം ചെയ്യാൻ നോക്കുകയാണ്. ഇനിയിപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്മുടെ വാർ സിനാറിയോ, വേൾഡിലെ ഇൻ്റർനാഷണൽ വാർ സിനാറിയോ നോക്കുമ്പോൾ ഒരു പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ട്. നേരിട്ട് രാജ്യങ്ങൾ തമ്മിൽ അടിക്കില്ല. അതിന് പകരം ഉക്രൈനിൽ നമ്മളത് കണ്ടു. ഉക്രൈനിൽ ഈ ബ്രിട്ടീഷുകാർ, നമ്മൾ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ബ്രിട്ടീഷുകാരും ഈ ജർമ്മൻസും വേഷം മാറി ഉക്രൈൻ യൂണിഫോം ഇട്ടിട്ട് അവന്മാരാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റഷ്യക്ക് ഇത്രയും വലിയ നാശം ഉണ്ടായത്. അല്ല ഉക്രൈൻകാർ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ ഈ പാകിസ്ഥാനകത്ത് അമേരിക്കൻസ് ഉണ്ടായിരുന്നു. ഈ F-16 കൂടെ എല്ലാം ടെക്നീഷ്യൻസാണ്. പിന്നെ ന്യൂക്ലിയർ സൈറ്റ്സിന് ഗാർഡ് ചെയ്യാൻ ടെക്നീഷ്യൻസ് ഉണ്ട്. അത് ഇപ്പോൾ തുടങ്ങിയതല്ല, കുറച്ച് നാളായി. ഒബാമയുടെ ഭരണകാലത്ത് തുടങ്ങിയതാണ്. ഇവന്മാർ എടുത്ത് മറ്റേ കൊടുത്തുകളയോ നമ്മുടെ ഒസാമ ബിൻ ലാദൻ, ഈ ISIയും പാകിസ്ഥാൻ ആർമിക്കും ലോകത്തിലെ ഏതൊക്കെ ടെററിസ്റ്റ് ഓർഗനൈസേഷനുമായിട്ട് ലിങ്ക് ഉണ്ടെന്ന് ആർക്കും അറിഞ്ഞൂടാ. അമേരിക്കയ്ക്ക് സംശയമാണ്. അമേരിക്കയ്ക്ക് അറിയാൻ ഇവന്മാരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ ഒക്കില്ല. അവർ സഹായിക്കുന്നു, അതൊക്കെ ശരിയാണ്. അത് ഈ പേടി കൊണ്ടാണ് ഇവന്മാർ ഈ സാധനം ഡർട്ടി ബോംബ് മറ്റോ ഈ ടെററിസ്റ്റുകൾക്ക് കൊടുത്ത് അമേരിക്കയ്ക്ക് പണിയാവും.